ഹേ ഗൈസ്, എല്ലാവർക്കും സിനിമയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു മാസത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാനലിൽ ഒരു മാസത്തോളം നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ അവസാനം ഇട്ടിട്ട് ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൻ്റെ റിയാക്ഷൻ വീഡിയോ നമ്മൾ അവസാനം ഇട്ടിട്ട വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചാനലിൽ. അപ്പോൾ ഗൈസ്, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു ഇന്ന് വീഡിയോ എടുത്തത്. വേറെ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കണേന്ന് അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ വേറെ സ്ഥലത്തോട്ട് വന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു മാസത്തോളം വീഡിയോ ഇട്ടിട്ടില്ല ചാനലിൽ. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മടി തന്നെയാണ്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ ആദ്യം ആൾക്കാർ കാണുന്നുമില്ല, ലൈക്ക് ചെയ്യാനുള്ള, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള, ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്കൊരു മടിയായി പിന്നെ വീഡിയോ ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കണേന്ന്. പക്ഷേ വീഡിയോ എടുക്കാൻ ഇടാണ്ട് എന്നിട്ട് എന്തിനാ തുടങ്ങിയില്ലേ. പിന്നെ അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാണ്ടിരിക്കണത് ഒരു മോശമല്ലേ എന്ന് വെച്ചാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് വന്നത്. നമ്മൾ ജനനായകൻ സിനിമയുടെ പോസ്റ്റർ റിയാക്ഷൻ ചെയ്യാൻ കണ്ടിട്ട് പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ല. ഇനി തൊട്ട് വീഡിയോ എല്ലാം ഇടാം. പിന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ എനിക്ക് മടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മാർച്ചാണ്. നമ്മുടെ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ എക്സാമൊക്കെ തുടങ്ങി. അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ലീവൊക്കെ കിട്ടുന്ന 1-2 ദിവസമൊക്കെ ലീവ് കിട്ടുള്ളൂ. അതിൽ വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി മാസം നമ്മൾ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജാനുവരി അല്ല ഫെബ്രുവരി തുടക്കത്തിലായിട്ട് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല. ഫെബ്രുവരിയിലല്ല ജാനുവരിയിലാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ഫെബ്രുവരിയിൽ കുറേ സിനിമകൾ പോയി കണ്ട്. ബ്രൊമാൻസ് കണ്ട്, പിന്നെ നമ്മുടെ ഓഫീസർ കണ്ട്, ഗെറ്റ് സെറ്റ് ബേബി കണ്ട്, ഡ്രാഗൺ കണ്ട്, ഇത്രയും സിനിമകളൊക്കെ നമ്മൾ പോയി കണ്ട്. പക്ഷെ ഒന്നിൻ്റെയും റിവ്യൂ ഇടാൻ പറ്റിയില്ല. അതാണ് കുഴപ്പം. ഞാനിപ്പോൾ ഒന്ന് ചുരുക്കി വേണമെങ്കിൽ ഞാൻ പറയാം, ഒന്ന് റിവ്യൂ പോലെ ഒന്ന് ചുരുക്കി പറയാം. ബ്രൊമാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഗൈസ്, വീട്ടിൽ നിന്ന് ആള് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കാണ്. എക്സാമൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഇപ്പം തന്നെ സ്കൂളിൻ്റെ കാര്യത്തിന് പോകണം. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തത്. അപ്പം ബ്രൊമാൻസ് സിനിമയെ പറ്റി പറയാനാണ് വന്നത്. ബ്രൊമാൻസ് സിനിമയെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ബ്രൊമാൻസ്. നല്ല രീതിക്ക് കുറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു സിനിമ. ഫാമിലിയൊക്കെ ഇട്ട് പോകാൻ കാണാൻ പറ്റുന്ന സിനിമ. വൈകിയാണ് ഞാൻ എല്ലാം പറയുന്നത്. നമ്മൾ മൊത്തമൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കണേന്. നല്ല സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ലാഗൊക്കെ ഉണ്ടെങ്കിലും, ലാഗല്ല, ഒരു ഫസ്റ്റ് ഹാഫിൽ കുറേ ചിരിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു സ്ഥിരം കാണുന്നൊരു ക്ലീൻ ഷേവ് കോമഡി ഒക്കെ ആയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് കുറേ നല്ല ചിരിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. പിന്നെയെന്ന് പറയുന്നത് ക്ലൈമാക്സ് ഒക്കെ നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സിനിമയുടെ റെഫറൻസ് ക്ലൈമാക്സിൽ കാണാമായിരുന്നു. നല്ലൊരു സിനിമ. എല്ലാ ക്യാരക്ടേഴ്സും അറിയില്ലായിരുന്നു. മാത്യു തോമസ് ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ദേഷ്യമന്നായ ഇതുണ്ടല്ലോ, അത് ഇച്ചിരി ഷോ കിട്ടു തോന്നി. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് റൊമാൻസ് സിനിമയെ പറ്റി പറയാനുള്ളത്. വലുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല. ഇതിനെയൊക്കെ പറ്റിയൊരു വീഡിയോ, ഓരോ സിനിമകളെ പറ്റി ഇന്നൊരു വീഡിയോ ഇടാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. കാരണം നമ്മൾ നല്ല ഇരിക്കും വൈകിയാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുത്ത് പറയുന്നത്. അപ്പം അടുത്ത സിനിമയിലോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടെന്ന് പറയുന്നത് ഡ്രാഗനാണ്. നമ്മുടെ തമിഴിൽ വന്നിട്ടുള്ള ഡ്രാഗൺ നല്ല സിനിമയായിരുന്നു കേട്ടോ. നല്ലൊരു മെസ്സേജും തരുന്നുണ്ട് ആ സിനിമ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ലൊരു കിടിലം പടം, പൊളിപ്പടം, കിഡിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇരിക്കന്നെ നല്ല നൈസൊരു പടം. എല്ലാവരുമായിട്ട് ഫാമിലിയൊക്കെ ഇട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. നല്ലൊരു പടം, നല്ലൊരു മെസ്സേജ് ആയിരുന്നുണ്ട്. ഈ കാലത്ത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം നിങ്ങൾ കാണുക, കണ്ടിട്ട് ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യണത്. ഇപ്പം തന്നെ സ്ഥലം മാറി ഞാൻ വേറെ സ്ഥലത്തോട്ട് വന്നിരുന്നു. കാരണം വീഡിയോ എടുക്കാൻ അവിടെ നിന്ന് പറ്റിയില്ല. അവിടെ വേറെ ആരൊക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നല്ല അലമ്പായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്തോട്ട് വന്ന്. പിന്നെ എന്ന് പറയുന്നത് ഡ്രാഗൺ, നമ്മുടെ പ്രദീപ് രംഗനാഥനാണ് സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. നൈസായിട്ട് തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പടമൊക്കെ എല്ലാം വന്ന അന്ന് തന്നെ പോയി കണ്ടതാണ്. പക്ഷെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. എന്നും മെയിൻ കാരണം പറഞ്ഞല്ലോ. നല്ല പടം ഡ്രാഗൺ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗെറ്റ് സെറ്റ് ബേബി ആയിരുന്നു.
കാണണ്ടായിരുന്നു ആ പടം. വൻ ശോകം. മാർക്കോ എന്ന് പറയുന്ന കിടിലം പടത്തിന് ശേഷം പുള്ളിക്കാരൻ നേരെ ആ പഴയ സ്ഥിതിയിലോട്ട് തന്നെ പോയി. അതായത് മാർക്കോണ് പുള്ളിക്കാരൻ്റെ റീസെൻ്റ് ആയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു പടം. അതിക്ക് മുമ്പൊക്കെ വന്ന എല്ലാ പടവും 8 നിലയിൽ പൊട്ടിക്കണാണ്. അപ്പം ആ ഒരു ലെവലിലോട്ട് തന്നെ പുള്ളിക്കാരൻ പിന്നെയും പോയി. വൻ ശോകമായിരുന്നു പടം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു പോയിന്റ് പോലീസ് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. പിന്നെയെന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി പടം. നൈസ് പടമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഞാനത് ഇച്ചിരി വൈകിയാണ് കണ്ടത്. സിനിമ വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പടം പോയി കണ്ടത്. കാരണം എനിക്ക് ആ പടം കാണണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കണ്ടു. നല്ല പടമായിരുന്നു, നല്ല ത്രില്ലിങ്. വില്ലന്മാരൊക്കെ കിട്ടില്ല, വില്ലന്മാർ അങ്ങനെ കുറെ കിട്ടില്ല പടം. ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല ത്രില്ലിങ് ആയിരുന്നു. ഒരു സ്ഥിരം കാണുന്ന ക്ലീൻ ആ ഒരു സാധനമൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു ത്രില്ലർ പടം, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം. പിന്നെയെന്ന് പറയുന്നത് ഇത്രയും സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ ഫെബ്രുവരിയിൽ. ദാവീദ് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ദാവീദ് OTT ഇടുമ്പോൾ കാണാം. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മ വന്ന വീഡിയോ എന്ന് പറയുന്നത് 27-ാം തീയതി ആയിരിക്കും ഈ മാസം. എമ്പുരാൻ്റെ റിവ്യൂ. പടം അന്ന് വരോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. റിലീസൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസൊക്കെ കിടക്കുന്നുണ്ട്. അന്ന് ആ പടം വന്നെങ്കിൽ അതിന് പോവും. അത് വന്നില്ലെങ്കിൽ തമിഴിൽ തന്നെ വീരധീരസൂരൻ എന്ന് പറയണം, നമ്മുടെ വിക്രത്തിൻ്റെ പടം വന്നിട്ടുണ്ട്, അതിന് കയറും. അല്ലെങ്കിൽ എമ്പുരാൻ വന്നില്ലെങ്കിൽ എന്തായാലും 2 പടത്തിന് കയറും. 27-ാം തീയതി തന്നെ ഒരു പടത്തിന് കയറുള്ളൂ എമ്പുരാൻ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വീരധീരസൂരൻ കയറും. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ഡെയിലി ഒന്നും പറ്റില്ല. എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം ഡെയിലി ഇടാൻ പറ്റുമെന്ന്. ഇനി എന്തായാലും എമ്പുരാൻ്റെ റിവ്യൂ എന്തായാലും ഇടും ഞാൻ, ഉറപ്പാണ്. 27-ാം തീയതിക്ക് ഇനി കാണാം. 27-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്സിമം ഡെയിലി ഇടാൻ നമ്മൾ നോക്കാം. പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡെയിലി ഇടും. എന്തായാലും വീഡിയോ വരും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ ഇടാത്തത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ചാനൽ മുന്നോട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. 2 മാസം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ പുതിയിട്ട് വേണം കാണാം. എത്ര നമ്മളൊരു മാസത്തോളം വീഡിയോ ഇടാണ്ടിരുന്ന. ഓക്കെ, ബൈ.